മുകളിലേക്ക് അത്യാവശ്യം പുറത്തേക്ക് പോയതുകൊണ്ട് കാശ് ഞാൻ തന്നെ കൊടുക്കാമെന്നും അവർക്ക് പോകാനുള്ള ടിക്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവന്ന് തരുന്നു. സിദ്ധാർത്ഥൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. മുകളിലേക്ക് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് ഷുമി പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിന് സമയമായെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ എയർപോർട്ടിലേക്ക് അയച്ചു. മുകുന്ദേട്ടൻ വിചാരിക്കുന്ന പോലെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതിന് പോലീസുകാരെ പിടിച്ച് തല്ലി ചതച്ചു ഇവരുടെ പാർട്ടിയുടെ. ശരീരം നടന്നു കിടക്കുന്ന അയാളെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കിയാണ് ഒരു ദുബായിലെത്തിയത്. ഇപ്പോ കമ്മ്യൂണിസ്റ്റിന് കേട്ടാലേ എനിക്ക് കഴിയാം. സ്വന്തം വീട്ടിലെ കാരണവന്മാർ ചൈനീസ് ഭാഷ അറിയാവുന്നതിന്റെ ബലത്തില് ആ സിദ്ധാർത്ഥം പറഞ്ഞ് ലഭിച്ചായിരിക്കില്ല അല്ലേ? അവന്മാരൊക്കെ കരികിന്റെ ഹോട്ടലുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മന്ത്രികളുടെ ഗൾഫ് സന്ദർശനം പ്രശ്നങ്ങൾ പഠിക്കാനൊന്നുമല്ല. കേൾപ്പുമായ ആളുകൾ പ്രധാന അസുഖങ്ങളും പ്രവാസി പ്രശ്നങ്ങൾ പറഞ്ഞ് ആരെങ്കിലും പിടിച്ചോണ്ട് വന്ന് കൊന്നില്ലാത്ത പൊന്നാറിക്കലി അതിനായി അത് വരുന്നത്. നാളെ വേറൊരു പ്രവാസി പുരസ്കാരത്തിന് ഞാനായിരുന്നു. നാളെ എത്ര മണിക്ക്? അങ്ങനെ ധർമ്മം കൊണ്ടും പ്രവാസി ഇന്ത്യക്കാരുടെ ഇടയിൽ ഒന്നാമനായി മാറി ഈ നാടിന്റെയും സ്വന്തം നാടിന്റെയും
സാമൂഹ്യ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിച്ചത്. നിങ്ങളുടെ ഈ പ്രോത്സാഹനം എന്റെ കരളിനെ കുളിരണിയിക്കുന്നു. നന്ദി, ഒരായിരം നന്ദി. മലയാളിയുടെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് കവിത വരുന്നു. മലയാളി മക്കളെയും മത്സരിച്ച് വരുമ്പോ മറക്കുന്നു പിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. എന്റെ ഏറ്റവും പുതിയ മ്യൂസിക് ആൽബം ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിലുള്ള കൗണ്ടറിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സംഗീത പ്രേമികളും അതിന്റെ ഓരോ കോപ്പി വാങ്ങി ഈ പാവപ്പെട്ട കലാകാരനെ അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ പുതിയ ആൽബത്തിന്റെ പേര് പ്രളയ കല്ലോലിനി. നന്ദി, നമസ്കാരം. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാമെന്ന മന്ത്രിസഭാവ് കരീമിന്റെ ഹോട്ടലുകാരെ അടുത്ത ലെക്ചർ ക്യാമ്പ് ഇന്ന് രാത്രിയിലേക്ക് ബുക്ക് ചെയ്തിരിക്കുക. 10-500 പേർക്കുള്ള ക്യാമ്പിൽ കുഞ്ഞുങ്ങൾ വരാനും മന്ത്രി കേരളം ചേർന്ന് ഒരു 25 ഗസ്റ്റുകൾക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ബാക്കി 470 രൂപയുടെ കാര്യം ചുമ്മാ നടക്കും. ഏതോ വഴി ഇനി പിടിക്കാൻ നിങ്ങൾ ചെയ്യില്ലല്ലോ. ഹോട്ടലിൽ നിങ്ങൾ വർക്ക് ചെയ്തപ്പോൾ വിദേശികൾ അടക്കമുള്ള ഓപ്പൺ സ്റ്റാഫുകളാണ് സഖാവുകാരനെ വിളിച്ചത്. നമ്മുടെ വർക്ക് ഗൾഫിൽ നല്ല വളർച്ചയാണ് പോകുന്നത്. ഏതായാലും ഞങ്ങൾ ശ്രമങ്ങൾ നടത്തുക. മുന്നോട്ട് തന്നെ പറയാം. ഇല്ല വിളിക്കും.